നമ്മൾ ഇന്ന് പോകാൻ പോണ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ്. ചെമ്മനോട എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. പക്ഷേ നമ്മൾ ചെമ്മനോടയിൽ നേരത്തെ പോയത് കൊണ്ട് തന്നെ ഈ പോക്കിന് എന്താണ് ഒരു പുതുമ എന്ന് ചോദിക്കും. പുതുമയുണ്ട്. നമ്മൾ ഇതേവരെ കാണാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ ബാക്കി കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. ഇതാട്ടോ പട്ടാളക്കാരുടെ ക്യാമ്പ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ മാവോയിസ്റ്റ് ഭീഷണിയുള്ള സ്ഥലമായതുകൊണ്ട് പട്ടാളക്കാർ താമസിക്കുന്നത് അവരുടെ ക്യാമ്പൊക്കെ ഇതിൻ്റെ അകത്തൊക്കെയാണ്. ആണ് അവരുടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ എന്ന് പറയണത്. ഇതിലെല്ലാത്തിനും പട്ടാളക്കാരുണ്ടെന്നാണ് പറയണത്. അവരുടെ ട്രെയിനിങ് പരിപാടി എന്ന് പറയണത്. ട്രെയിനിങ് ക്യാമ്പ്. നല്ല മഴയാണ് നമ്മൾ പോകുന്ന സമയത്ത്. അപ്പൊ ഈ മഴ കാരണം കൊണ്ട് നമുക്ക് ഒരു പരിപാടി നടക്കില്ല. ഷൂട്ടിങ് ഒരു പരിപാടി നടക്കില്ല. നമ്മൾ ആരും പറഞ്ഞ പെരുവണ്ണമ്പുഴിയുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. നമ്മൾ ഫോറസ്റ്റ് ടൂറിസ്റ്റ് അഡീഷനിലേക്ക് കയറി. നമ്മൾ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടിയാണ് ഈ പോകുന്നത്. ഇപ്പോൾ ഉള്ള ചെറു തോടും കാര്യങ്ങളൊക്കെയാണ്. മഴ പെയ്യണോണ്ട് നമുക്ക് അധികം പരിധി കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മഴ പെയ്യുമ്പോഴത്തേക്കും. അപ്പൊ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഈ ഫോറസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഫുൾ പോകുന്നത് ഒരു 6 കിലോമീറ്ററോളം നമ്മൾ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടി തന്നെയാണ് പോകുന്ന സ്ഥലത്തേക്ക്. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തു മഴയാണ്. ഒരു സാധനം കാണാൻ പറ്റില്ല. എന്നാലും നമ്മൾ മാനേജ് ചെയ്യാൻ കൊണ്ട് പോവാണ്. അപ്പൊ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കൃഷി വിജ്ഞാന കേന്ദ്രം എന്ന് പറയുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ കൃഷി വിജ്ഞാപന കേന്ദ്രമാണ് നമ്മളിപ്പോ കണ്ടിട്ട് പോകുന്നത്. അവിടെ തന്നെ ഈ ആടുകളുടെ പരിപാലനം നടത്തുന്ന ഒരു സെക്ഷനും കൂടിയുണ്ട്. ഇവിടെ എലിഫന്റ് ക്രോസിംഗ് റൂട്ടാണ്. നമ്മൾ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ എപ്പോഴാണ് കാട്ടാന ക്രോസ് ചെയ്യണേന്ന് പറയാൻ പറ്റില്ല. വീടല്ലല്ലോ ഫോറസ്റ്റിന്റെ ഓഫീസ്. ാണ് വയനാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന കടത്തരപ്പുഴ എന്ന് പറയുന്നത്. നമ്മള് നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ, അത് മാത്രമല്ല റിലേറ്റീവിന്റെ വീട്ടിൽ നമ്മൾ കയറി. മഴ എന്ന് പറഞ്ഞ് നല്ല സൂപ്പർ മഴയാണ്. പക്ഷെ ഇവിടെ പണി നടക്കുന്നുണ്ട്. മരം വെട്ടിന്റെ ഒക്കെ റബ്ബർ വെട്ടും കാര്യങ്ങളും എല്ലാം. മഴ വരുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം പുഴയൊക്കെ കവിഞ്ഞൊഴുകാനും അതുപോലെ തന്നെ ഉരുളിടിയാനും ഉരുൾപൊട്ടാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം വരാനായിട്ട്. നമ്മളിത് ഈ ചെമ്മനോട പുഴയിൽ നിന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഈ ചെറിയൊരു ഒരു വഴി കൂടി പോയിട്ട് ഇത് കുളിക്കാൻ പോവാല്ലേ നമ്മൾ. അപ്പോൾ ദേ ഇവിടെയാണ് നമ്മൾ ചാടാൻ പോകുന്നത്. അപ്പം എന്തായാലും കുളിച്ചിട്ട് വരാം. സ്പോട്ട് നമ്മൾ പറയാമല്ലോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട് ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട്. ഈ കുപ്പികളോ പാട്ടകളോ ഒന്നും ഇങ്ങനെ ഇടരുത്. നമ്മുടെ ഏറ്റവും അമൂല്യമായിട്ടുള്ള വസ്തുക്കളാണ് ഇതെല്ലാം. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മളിത് അവിടെ നിന്ന് കയറി ഏകദേശം 1 മണിക്കൂറോളം നമ്മളവിടെ കുളിച്ചു. നല്ല സ്പോട്ടായിരുന്നു.